ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ നാളെ നടക്കാവുന്ന അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുമീനെ കാണാനില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് രചന പറയുമ്പോഴും ആകാശ് പറഞ്ഞത് അവളുടെ പണി നോക്കി പോയിട്ടുണ്ടാവും. അവൾക്കിപ്പോൾ പുതിയൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെയാണ് അവൾ മെസ്സേജ് അയക്കുന്നത്. അപ്പം അവൻ്റെ പുറകെ പോയി കാണുമായിരിക്കും എന്നൊക്കെയാണ് പറയണത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും രചനക്കൊരു ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും അവൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങനെ പോകുമോ എന്നൊക്കെയാണ് രജനി ഇങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. അതിനുശേഷം ആദ്യമാണെങ്കിൽ ക്ലാസ്സിൽ പോകുമ്പോൾ ഈ കാര്യം ചിപ്പിയുടെ അടുത്ത് പറയുന്നുണ്ട്. ചിപ്പി, എനിക്കൊരു സംശയം. എന്താ ആദ്യേട്ടാ? അതെ, ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോയപ്പോൾ ആകാശങ്ങൾ എന്തോ കനമുള്ളൊരു ബാണ്ടൊക്കെ ഇട്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് വണ്ടീൻ്റെ ഡിക്കിയിലേക്ക് കയറ്റുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആകാശങ്ങളുടെ പുറകെ പോയപ്പോഴേക്കും ആകാശങ്ങളത് വലിയൊരു കൊക്ക പോലത്തെ ഒരു പാറമടയിലേക്ക് അത് മറച്ചിടുമായിരുന്നു. എന്നിട്ട് ആദ്യേട്ടനത് മമ്മിയുടെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞൊന്നുമില്ല, പക്ഷെ ഡാഡിയുടെ അടുത്ത് പറഞ്ഞു. ഡാഡി പറഞ്ഞു, ആകാശിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഇപ്പോൾ കോടതിയിലും കേസും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവല്ലേ, അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ടെന്നാ ഡാഡി പറഞ്ഞത്. അത് ഏതായാലും നന്നായി. പക്ഷെ എനിക്കൊരു സംശയം, ഇന്നലെ മുതൽ സുമി ആൻറ്റീനെ കാണാനില്ല. അല്ല, ആദ്യേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ഇനി സുമി ആൻറ്റീനെ എങ്ങാനും ആകാശങ്ങൾ കെട്ടി വെള്ളത്തിൻ്റെ അടിയിൽ താത്തിന്നാണോ ആദ്യേട്ടൻ പറയാൻ വരുന്നത്? അല്ല, എനിക്കൊരു സംശയം, അവരെയും കാണാനില്ലല്ലോ. സുമി ആൻറ്റിയും അതുപോലെ തന്നെ ആകാശങ്ങളും ഈയിടെയായിട്ട് ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആണോ? സുമി ആൻറ്റി ആകാശങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുമായിരുന്നു. ആകാശങ്ങൾ പറ്റില്ല, വിവാഹത്തിനോടേ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സംശയം, ഇനി സുമി ആൻറ്റിനെ എങ്ങാനും ആകാശങ്ങൾ എന്തെങ്കിലും ചെയ്തോന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആകാശങ്ങൾ പിടിക്കപ്പെടാതിരിക്കില്ല ആദ്യമായിട്ടാ. അല്ല ആദ്യമായിട്ടിന് അത് എവിടെയാണെന്നറിയാവോ? ഇപ്പൊ പറഞ്ഞ ആ കലിങ്ക് പോലത്തെ സ്ഥലം. മോളെ, എനിക്കറിയാം, പക്ഷെ എനിക്ക് എവിടെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അന്ന് ഹോട്ടലാണ് പോയ സമയത്ത് വഴിയൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷെ ഇപ്പൊ ചെറിയൊരു ഓർമ്മയുണ്ട്. അങ്ങോട്ട് പോവാണെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ചിലപ്പോ കാണാൻ പറ്റും ആദ്യമായിട്ടാ. നമുക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് പറയാണ്. ശരി, നമുക്കെന്നാ പോയി നോക്കാം എന്ന് ആദ്യം പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം ചിപ്പിയും കൂടി ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. ആ സമയം തന്നെ ആകാശ് ജസ്റ്റ് സുമിയുടെ ശവം അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അറിയണമല്ലോ. ശവം വെള്ളത്തിൽ മുങ്ങിപ്പോയോ അതോ പൊങ്ങിക്കിടക്കുന്നുണ്ടോ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആകാശ് ഒന്നും കൂടി ആ സ്ഥലത്തേക്ക് പോവാണ്. എന്നിട്ട് ആ പാറക്കെട്ടിന്റെ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേക്കും അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. ആകാശിന് നല്ല സമാധാനമായിട്ടോ. എന്തായാലും സുമിതയുടെ ഡെഡ് ബോഡി താഴേക്ക്, അതായത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി, ഇനി പേടിക്കാനൊന്നുമില്ല. സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് അവിടെ നിൽക്കുകയാണ്. ശേഷമാണ് ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും കൂടി അവിടേക്ക് വരുന്നത്. അവർ നോക്കുമ്പോൾ അവർക്കൊന്നും കാണാൻ സാധിക്കണമെന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ സുമിയുടെ ഡെഡ് ബോഡി ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് ആ ഒരു കല്ലിൽ നിന്ന് ആ കയറ് പതുക്കെ ലൂസായിട്ട് സുമിയുടെ ഡെഡ് ബോഡി മുകളിലേക്ക് പൊങ്ങി വരുവാട്ടോ. അതേതോ നാട്ടുകാർ കാണുന്നുണ്ട്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നുണ്ട്. പോലീസുകാർ ആ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നീടാണ് ഈ ഒരു ഡെഡ് ബോഡി കിട്ടുകയും അത് മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞു. സുമിത എന്ന് പറഞ്ഞ 28-29 വയസ്സുള്ള പുള്ളിക്കാരത്തിൽ എന്നുള്ള ഡെഡ് ബോഡി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഈ സുമിത എവിടെയാണ് നിന്നത്, എവിടെയാണ് വർക്ക് ചെയ്യണത് എന്നൊക്കെ അറിയാൻ വേണ്ടി പോലീസുകാർ അന്വേഷിക്കുമ്പോഴാണ് രചനയുടെ കൂട്ടുകാരിയാണെന്ന് മനസ്സിലാവണത്. അങ്ങനെ രചനയെ പോലീസ് ഫോണിൽ വിളിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന് ഹോസ്പിറ്റലിൽ വരണം എന്ന് പറയാണ്. രചനക്ക് അപ്പം ആദ്യം കാര്യമൊന്നും മനസ്സിലാവില്ല. രചന ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും അവിടുത്തെ ഹോസ്പിറ്റലിലെ ആൾക്കാർ പറയുന്നുണ്ട്, ഇവിടെ മോർച്ചറിൽ ഒരു ഡെഡ് ബോഡി ഉണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചെന്ന് പറയാണ്. രചന മോർച്ചറിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. മോർച്ചറി കയറി കഴിഞ്ഞ ശേഷം ഡെഡ് ബോഡി കാണിക്കുമ്പോൾ രചന ഞെട്ടിപ്പോവാണ്. അത് സുമിയുടെ ഡെഡ് ബോഡി ആട്ടോ. രചന പെട്ടെന്ന് അയ്യോ സുമി എന്ന് പറയാണ്. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇവരറിയാവോ? അറിയാം, ഇതെൻ്റെ കൂട്ടുകാരിയാണ് സുമിത. എന്താണെന്നറിയില്ല, ഇത് വെള്ളത്തിൽ മുങ്ങി ആരോ കൊലപ്പെടുത്തിയ രീതിയിലാണ്, ഞങ്ങൾക്ക് സംശയമായിട്ടുള്ള രീതിയിലാണ് കണ്ടത് എന്നൊക്കെ പറയാണ്. അപ്പോൾ രചനക്ക് ഭയങ്കര ഷോക്ക് ആവാട്ടോ. രചന ഈ കാര്യം ആകാശിനോട് പറയണ്ട. ആകാശ്, സുമി എവിടെയും പോയിട്ടില്ലെന്നോ? പിന്നെ അവൾ എവിടെ? ഇന്ന് തന്നെ പോലീസുകാർ വിളിച്ചിരുന്നു. സുമിയുടെ ഡെഡ് ബോഡി അവർക്ക് കിട്ടി. അവിടെ പാറമടയിലെ
അവിടെ ഏതൊരു ചാക്കിലെ കെട്ടിയ രീതിയിലായിരുന്നു. ആരും അവളെ കൊലപ്പെടുത്തിയതാണ്. അവൾക്കങ്ങനെ ശത്രുക്കളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ആരാ ആകാശ് അവളെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ രചന ചോദിക്കുമ്പോൾ ആകാശാണെങ്കിൽ ഈശ്വര പെട്ടോ, ഇനിയിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുങ്ങിപ്പോകോ എന്ന് ആകാശ് വിചാരിക്കണം. ആകാശ് പണ്ട് എനിക്കറിയില്ല, അവളായി അവളുടെ പാടായി, എന്തെങ്കിലുമൊക്കെ ആവട്ടെ രചന, താൻ ആ കേസ് വിട് എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട്. ശേഷം ആകാശ് നേരെ അൻസാരിദാസിനെ വിളിക്കാട്ടോ. അൻസാരിയുടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അറിയാണ്ട് എൻ്റെ കയ്യിൽ ഒരു അബദ്ധം പറ്റി, രചനയുടെ ഫ്രണ്ട് സോമി മരിച്ചു പോയായിരുന്നു, എന്നെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷിക്കണം എന്ന കാര്യം ആകാശ് നമ്മുടെ മന്ത്രിയുടെ അടുത്ത് പറയാണ്. അപ്പം മന്ത്രി പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ്. ഫോം വെച്ചതിന് ശേഷം അൻസാരിദാസ് മനസ്സിൽ വിചാരിക്കണം, പിന്നെ ഇവനൊരു വള്ളിക്കെട്ട് പിടിക്കും, അതിൽ തൂങ്ങാൻ കിടക്കാൻ ഞാൻ ഇപ്പം തന്നെ ആതിര കേസ് തലയുടെ മുകളിൽ ഇരിക്കുകയാണ്, അപ്പോഴാണ് അവൻ്റെ അടുത്തൊരു കേസ്, പോയി പണി നോക്കട്ടെ എന്നൊക്കെയാണ് അൻസാരിദാസ് വിചാരിക്കുന്നത് കേട്ടോ. ശേഷം രചനയാണെങ്കിൽ ആകെ വിഷമത്തിലാണ്, സുമി മരിച്ചതിൻ്റെ വിഷമത്തിലാണ് രചന കേട്ടോ. ആദ്യം രചനയുടെ അടുത്ത് പറയുന്നുണ്ട്, മമ്മി സുമി ആൻറ്റിക്ക് വലിയ ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. രചന ചോദിക്കുന്നുണ്ട്, മോനെ എന്ത് സംശയമാണ് ഉള്ളത്? അത് സുമി ആൻറ്റി മരിച്ചു എന്ന് പറയണ ആ ഒരു ദിവസം സുമി ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു മമ്മി. ഇവിടെ ഉണ്ടായിരുന്നോന്നോ? അതെ, ഈ വീടിൻ്റെ മുൻവശത്ത് ക്യാമറ ഉണ്ടല്ലോ, മമ്മി വേണമെങ്കിൽ ക്യാമറ നോക്കൂ, സുമി ആൻറ്റി ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ തിരിച്ചു പോയത് കാണിക്കുന്നുമില്ല. മോൻ പറയണത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അതേ മമ്മി, സത്യമാണ്, മമ്മി ഒന്ന് നോക്ക് എന്ന് പറയണം. അങ്ങനെ രചനയും ആദ്യം കൂടി ആ വീട്ടിലുള്ള CCTV, അതായത് മുമ്പിൽ വശം മാത്രമേ CCTV ഉള്ളൂ. അപ്പം അതിലെ CCTVയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സുമി അവളുടെ സ്കൂട്ടിയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ തിരിച്ചു പോകുന്നത് കാണുന്നില്ല. അപ്പം അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് രചനക്കും സംശയം തോന്നുകയാണ്. ഓട്ടോമാറ്റിക്കലി രചനയുടെ സംശയം ആകാശിലേക്ക് പോവാണ്. ഇനി ആകാശം എങ്ങാനും സുമിനെ കീഴ്പ്പെടുത്താൻ പോണ സമയത്ത് മരിച്ചുപോയതാണോ എന്നാണ് രചന സംശയിക്കുന്നത് കേട്ടോ. രചന ഈ കാര്യം ആകാശിനോട് ചോദിക്കുമ്പോൾ ആകാശ് അത് സമ്മതിക്കണമെന്നില്ല, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ പറയണം. പക്ഷെ രചനക്ക് മനസ്സിലായി ആകാശാണ് ഇതിനെ പിന്നിലെന്ന്. പക്ഷെ രചനക്ക് ഒറ്റിക്കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം രചന ഇപ്പം ആകെ ഒരു പ്രതീക്ഷ തന്നെ, താൻ ജീവിക്കണത് തന്നെ ആകാശിൻ്റെ ആ ഒരു ഇതിലാണ്. അപ്പം ആകാശിനെ ഒറ്റിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ രചന എന്തൊക്കെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അങ്ങോട്ട് നടിക്കുകയാണ്. പക്ഷെ പോലീസുകാർ ഈ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് അവസാനം പോലീസ് ആ ഒരു വലിയൊരു നിഗമനത്തിലെത്താണ്. സുമിതേനെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് മുക്കി കൊന്നതെന്നുള്ളത്. അതാരാണെന്ന് അന്വേഷിച്ച് വരുമ്പോഴേക്കും അത് ആകാശാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആകാശിന്റെ പേരിൽ 2 കേസാണ് വരാൻ പോണത്. ഒന്ന് ആതിരയുടെ കേസും പിന്നെ ഇപ്പൊ സുമിതയുടെ കേസും. ആകാശ് രക്ഷപ്പെടാനേ പോകുന്നില്ല കേട്ടോ. അതുമാത്രമല്ല, ആദീന നമ്മുടെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇഷിതയും മഹേഷും കൂടി കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അതിന് കുറച്ചുകൂടി സ്ട്രോങ് ആകും ഈ കേസും കൂടി ആകുമ്പോൾ. പിന്നെ നാളത്തെ പ്രൊമോയിൽ വേറൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. മഞ്ജിമ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇഷിത മഹേഷിനോട് പറയാണ്. ഈ ആദിക്കും ചിപ്പിക്കും ഒരു കുഞ്ഞുവാ വരുന്നതിൽ ചെറിയൊരു നീരസമുണ്ട്, അവർ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ അനുകരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ആ കാര്യങ്ങളൊക്കെ മഞ്ജിമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷിതയാണെങ്കിൽ മഹേഷിനോട് പറയുന്നുണ്ട്. മഹേഷിന് ദേഷ്യം വരും കേട്ടോ. മഹേഷ് നമ്മുടെ മഞ്ജുവിനെ അടിച്ചു പുറത്താക്കാൻ പോകുന്ന ഭാഗങ്ങളും കൂടിയാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ്സിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.